ട്രിവാൻഡ്രത്ത് വന്നാല് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയുന്ന ഒരു സാധനമാണ് സദ്യ. ഈ ടേബിള് തുടക്കണവരാണ് നമ്മള് കല്യാണ ചെക്കൻ. നാളെയാണ് കല്യാണം. അപ്പോ ചെക്കന്റെ വീട്ടിലെ തലേന്നത്തെ സദ്യ കഴിക്കാനാണ് ഇന്ന് ഞങ്ങൾ വന്നത്. തലേന്നായതുകൊണ്ട് തന്നെ ചെറിയൊരു സദ്യയാണ്, പക്ഷെ എത്ര ചെറുതാണെങ്കിലും നമ്മളെ വയറും മനസ്സും നിറക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇവിടത്തെ സദ്യക്ക് ഉണ്ട്. ആദ്യം ഇത്തിരി ചോറും പരിപ്പ് കറിയും തരും. അത് കഴിച്ച് തീരുമ്പോൾക്കിന് വീണ്ടും ഇച്ചിരി ചോറും കുറച്ച് സാമ്പാറും തരും. അത് കഴിച്ച് ഒന്ന് ശ്വാസം വിടാൻ പോലും സമയം കിട്ടൂല. അപ്പോൾക്കിന് അടുത്ത സാധനം വരും. നല്ല 1-ാം നമ്പർ പായസം. അമ്മക്ക് ചോറൊന്നും തിന്ന് തീർക്കാനുള്ള സമയം കിട്ടൂല. അപ്പോൾക്കിന് ഈ സാധനം വരും. ഇവിടെ വന്നതിന് ശേഷമാണ് പായസം ഇലയിലൊഴിച്ച് പപ്പടം കൂട്ടി തിന്നാൻ ഞാൻ തുടങ്ങിയത്. ഇപ്പോ നാട്ടിൽ പോകുമ്പോഴും ആരെങ്കിലും പായസം ഗ്ലാസ്സിൽ തന്നാൽ എനിക്കത് തീർക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇത് നോർമൽ ആണെങ്കിലും ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ ഇമ്മക്ക് എന്നെ ഇങ്ങനെ ഒരു നോട്ടം നോക്കും, എന്നെ ഇപ്പൊ ഈ പരിപാടിയൊക്കെ തുടങ്ങിയത് എന്നുള്ള അർത്ഥത്തിൽ. ഇതോടെ തീർന്നു എന്ന് വിചാരിക്കണ്ട. ലാസ്റ്റ് വീണ്ടും കുറച്ച് ചോറും പുളിശ്ശേരിയും തരും. ഇന്ത്യയിൽ ഓൾറെഡി ചോറ് ബാക്കി ഉണ്ടായതുകൊണ്ട് വീണ്ടും ഇടേണ്ടി വന്നില്ല. ഇത് കല്യാണ തലേന്നായതുകൊണ്ടാണ് ഈ ഒരൊറ്റ പായസത്തിൽ നിന്നത്. ഇനി കല്യാണത്തിന്റെ അന്നായിരുന്നെങ്കിൽ 2-3 പായസം ഉണ്ടായിരുന്നു. ഇതും കഴിഞ്ഞ് ലാസ്റ്റ് ഇച്ചിരി രസവും മോരും കുടിക്കുമ്പോഴാണ് ഇവിടുത്തെ സദ്യ പൂർണ്ണ. ഇന്നൊരു വെരി ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. ഇവിടുത്തെ സദ്യ കഴിക്കണമെങ്കിൽ കുറച്ച് സ്പീഡ് വേണം. അല്ലെങ്കിൽ ഇതേമാതിരി എല്ലാവരും കഴിഞ്ഞാലും നമ്മളതൊന്നും കഴിയൂല. അപ്പൊ ഓക്കെ, ബൈ.